യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന് വേണ്ടതായ ആത്മീയമായും ശാരീരികമായും മാനസികമായും തളരാതെ മുന്നേറുവാനുള്ള വലിയൊരു വാഗ്ദാനമാണ് ഇന്നത്തെ സുവിശേഷ വചനത്തോടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഈ വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യമാണ്. സ്വർഗത്തു നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലയ്ക്കും ശക്തിയായി മാറുന്ന ദൈവത്തിൻ്റെ ശരീരം വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എല്ലാ തരത്തിലും ശക്തിയായി നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ ശരീരരക്തങ്ങൾ മാറുമെന്നുള്ള വലിയ വാഗ്ദത്തമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും നീ അർപ്പിക്കുന്ന ബലി നിൻ്റെ ജീവിതത്തിൽ ആ ദിവസം ഉടനീളം നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്രോതസ്സാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അല്ല, ദൈവം തന്നെയാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ തമ്പുരാൻ്റെ ശരീര രക്തം സ്വീകരിക്കുന്ന നിമിത്തമായിട്ട് ദൈവമായിട്ട്, പിതാവായ ദൈവമായിട്ട് ആഴമായൊരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വലിയ വഴി കർത്താവ് തുറന്നു വരിക. ഇന്ന് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, ഓരോ ദിവസവും നീ അർപ്പിക്കുന്ന ബലിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നിയോഗങ്ങൾ ഇതാ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.